അപ്പൊ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞ എന്താണ് ഗ്രാവിറ്റേഷൻ അല്ലെ, ഭൂമി നിങ്ങൾക്കറിയാം ഭൂമിയിലേക്ക് ആപ്പിൾ വെക്കുന്നത് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് തേങ്ങ വെക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ഒബ്ജക്ട് കൈമെന്ന് വിട്ടാൽ ഭൂമിയിലേക്ക് വെക്കുന്നത് അതൊക്കെ ഗ്രാവിറ്റേഷൻ കാരണം നിങ്ങൾക്ക് അറിയാം അല്ലെ. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേര് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത് നിങ്ങൾക്ക് അറിയാം, 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം, എർത്ത് അതിന് ചുറ്റുള്ള ഒബ്ജക്ട്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, എർത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഉദാഹരണത്തിന് മാംഗോ ഫോളിംഗ് ഡൗൺ ഫ്രം മാംഗോ ട്രീയൊക്കെ നമുക്ക് എക്സാമ്പിൾ ആണ് പറയാം. ഓക്കെ ആണോ? എന്നാൽ നമ്മൾ അത് മാത്രമല്ല പഠിച്ചത്. സർ ഐസക് ന്യൂട്ടൺ മറ്റൊരു കണ്ടുപിടുത്തം കൂടി കണ്ടെത്തി. എന്താണ്? ഏത് രണ്ട് ഒബ്ജക്ട്സും, നമ്മളെ ഭൂമിയൊന്നുമില്ല, ഭൂമിയും ആപ്പിളും അല്ലെ ഭൂമിയും തേങ്ങ ആവണമെന്നൊന്നുമില്ല. ഐസക് ന്യൂട്ടൺ എന്താ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ലോ പറഞ്ഞു. ആ ലോ എന്താ പറയുന്നത്? ഓൾ ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. നമ്മുടെ പ്രപഞ്ചം, അതായത് നമുക്ക് ചുറ്റുള്ള എന്തും, ഭൂമിന്റെ പുറത്ത് ഇനി ഒരുപാട് ഉണ്ട്. സൂര്യന്റെയും ഇതിന്റെയും മിൽക്കി വേ ഗാലക്സി ഒക്കെ ഉണ്ട്, ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ ആ യൂണിവേഴ്സിലെ ഏത് രണ്ട് ഒബ്ജക്ട്സ് എന്ത് ചെയ്യും, പരസ്പരം അട്രാക്ട് ചെയ്യും. അവ രണ്ടാൾക്കാരെ വലുപ്പം കുഴപ്പമില്ല, രണ്ടാളുടെ ഡിസ്റ്റൻസും കുഴപ്പമില്ല. എന്താണ്? ഓൾ ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ, പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞാനും ഇവിടെ ഇരിക്കുന്ന സാറ് അല്ലെ, സാറ് വീട്ടിലിരിക്കുന്ന ഞാനും സാറും നിങ്ങൾ വീട്ടിലിരിക്കുകയാണ് അല്ലെ, നിങ്ങൾ ആരെങ്കിലും എക്സാമ്പിൾ അഫ്ലക്ക് അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും ഒരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ട് അല്ലെ, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് അല്ലെ. അതായത് ഞാൻ അഫ്ലക്കിനെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്, അഫ്ലക്ക് എന്നെ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്. ആരെ മൈക്കോണോ, മൈക്ക് ഓഫ് ആക്കണേ. ഓക്കെ, അപ്പോ അതിനർത്ഥതാണ് ഇപ്പൊ ഇനി വേണമെങ്കിൽ അമേരിക്കയിലുള്ള അമേരിക്കയിൽ എവിടെയോ ഉള്ള ഒരു എന്താണ് ഒരു കാറ്, ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അല്ലെ, ഒരുപാട് ദൂരമുണ്ട് നിങ്ങളും അല്ലെ യു എസ് എയിലുള്ള ആ കാറും തമ്മിൽ. പക്ഷെ എന്താ, ന്യൂട്ടൺ പറഞ്ഞ പ്രകാരം എന്താ, ആ കാറ് നിങ്ങൾ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്, നിങ്ങൾ കാരണം ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം ഭൂമിയിൽ തന്നെ ആവുന്ന ഒരു നിർബന്ധമില്ല. നിങ്ങളെ കൈമിലുള്ള മൊബൈൽ ഫോൺ ആണല്ലോ, ഒരു ഒബ്ജക്റ്റ് ആണല്ലോ. പിന്നെ നമ്മുടെ ഏതോ ഒരു സ്റ്റാറിൽ, ദൂരെയുള്ള ഏതോ ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഏതോ ഒരു സ്റ്റാർ, ആ സ്റ്റാറിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു കല്ലുണ്ട് വിചാരിക്കും. ആ കല്ലും നിങ്ങളുടെ കൈമുള്ള മൊബൈൽ ഫോൺ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതായത് ആ കല്ല് നിങ്ങളുടെ മൊബൈൽ ഫോൺ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മൊബൈൽ ഫോൺ കല്ലിനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഏത് രണ്ട് ഒബ്ജക്ട്സും വലുപ്പം ചെറുപ്പം ദൂരമൊന്നും കുഴപ്പമില്ല, ആണല്ലോ. അതാണ് ഓൾ ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ആ അട്രാക്റ്റീവ് ഫോഴ്സ് ഇമ്പോർട്ടന്റ്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയാണ്? ഇതാ ഉദാഹരണത്തിന് രണ്ട് ഒബ്ജക്ട്സ് അവിടെ അല്ല, ഈ രണ്ട് ഒബ്ജക്ട്സ് കണ്ടല്ലോ, ഒരു പിങ്ക് കളറിലും മറ്റേത് അല്ല റോസ് കളറിലും മറ്റേ ബ്ലൂ കളറിലും ആണല്ലോ. ഒന്നാമത്തെ ആളെ മാസ് M1, രണ്ടാമത്തെ ആളെ M2. സൈസ് ഒന്നും കുഴപ്പമില്ല, എന്തോ ആവാം, ഏത് രണ്ട് ഒബ്ജക്ട്സും ആയാലും കുഴപ്പമില്ല. ഓക്കെ ആണോ? അപ്പോ എന്ത് ചെയ്താൽ മതി, ഇവരെ രണ്ടുപേരെ മാസും രണ്ടുപേരെയുള്ള ഡിസ്റ്റൻസും നമുക്ക് കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവരെ ഫോഴ്സ് നമുക്ക് കാണാം. അപ്പൊ ന്യൂട്ടൺ പറഞ്ഞത് ഈ ഫോഴ്സ് ഈ രണ്ടുപേരുടെയും മാസ്, അതായത് ഒന്നാമത്തെ ആളെ മാസ് M1, രണ്ടാമത്തെ ആളെ M2 മൾട്ടിപ്ലൈ അല്ലെ, അവർ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം, അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് F പ്രൊപ്പോർഷണൽ ടു M1 into M2. അതായത് M1 into M2 രണ്ടുപേരെ മാസ് മൾട്ടിപ്ലൈ ചെയ്ത് കൂടുന്തോറും മാസ് അല്ലെ, ഈ M1 into M2 കൂടുന്തോറും ഫോഴ്സ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, പിന്നെ പറഞ്ഞ എന്താ അറിയോ, ഒരു കാര്യം കൂടി പറഞ്ഞു, ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് D. ഓക്കെ ആണോ? അതിന്റെ സ്ക്വയറുമായിട്ട് D² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അതുപോലെ നേരെ എഴുതാം, M1 M2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ F എന്നാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ D² ആകുമ്പോൾ 1/D². അതിനർത്ഥം ഈ D² ഇത് കൂടുന്തോറും D² കൂടുന്തോറും, അതായത് ദൂരം കൂടുന്തോറും ഫോഴ്സ് കുറയും. ഇതെങ്ങനെയാണ്? M1 into M2 കൂടുന്തോറും Fഉം കൂടും. D² കൂടുന്തോറും ഫോഴ്സ് കുറയും. അതായത് ഒബ്ജക്ട്സിന്റെ മാസ് വലിയ ഒബ്ജക്റ്റ് ആകുമ്പോൾ ഒബ്ജക്റ്റിന്റെ മാസ് കൂടുന്തോറും, നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം, മാസ് കൂടുന്തോറും ഫോഴ്സും ഇവരുടെയുള്ള ഫോഴ്സും കൂടും. ഇനി ഇവരുടെയുള്ള ദൂരം കൂടുന്തോറും അല്ലെ D അല്ലെങ്കിൽ D², ഓക്കെ, D കൂടുതൽ D² നമുക്ക് ഒരേ അർത്ഥം, D കൂടുന്തോറും ഫോഴ്സ് കുറയും. ഓക്കെ ആണോ? ഇതാണ് അതിന്റെ മീനിങ്. അപ്പൊ അത് നമ്മൾ കമ്പൈൻ ചെയ്തതാ, ഇതിനെ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, F പ്രൊപ്പോർഷണൽ ടു M1 M2 D² എന്ന് എഴുതി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
അതിന്റെ ഇത് നടുവിൽ പ്രൊപ്പോർഷണൽ എന്നാണ് അല്ലെ, ഈക്വൽ ടു എന്നല്ല. അങ്ങനെ ഈക്വൽ ടു ആക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കറിയാം ഒരു കോൺസ്റ്റന്റ്, നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റിന്റെ പേര് ജി എന്നാണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നുള്ള ഒരു കോൺസ്റ്റന്റ് കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇൻറ്റു ജി ചെയ്താൽ നമുക്ക് ഇവിടെ ഉള്ള ഈ പ്രൊപ്പോർഷനിൽ പകരം കൂടെ ഈക്വൽ ടു ആക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് ഇത് അവിടെ. F equal to G m1 m2 by d square. m1 m2 എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും മാസ്, G എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ ആണോ? ആ ജിക്ക് ഒരു വാല്യൂ ഉണ്ട്, ഒരു ഫിക്സ്ഡ് വാല്യൂ ആണ്. 6.67 into 10 raised to minus 11 Newton meter square per kilogram square. ഇതൊരു ഫിക്സ്ഡ് വാല്യൂ ആണ്. ഇതാണ് ജിയുടെ വാല്യൂ. ഓക്കെ ആണോ? അത് ആദ്യമായിട്ട് ഈ വാല്യൂ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ് ഈ ജിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുത്തത്. ഓക്കെ ആണോ? അപ്പൊ ഉദാഹരണത്തിന് എന്താ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഉദാഹരണം കൂടി വേണമെങ്കിൽ നമുക്ക് നോക്കാം. എന്താണ് ഈ ഇക്വേഷന്റെ ഇമ്പോർട്ടൻസ്? ഒരു ഒബ്ജക്റ്റ്, എന്താ ഒരു ബോൾ, ഓക്കെ, ഇവിടെ വലിയൊരു വേറെന്തോ പെട്ടി, ഏതോ രണ്ട് പെട്ടികളും, ഒരു പെട്ടി ഒരു ബോളും. ഇയാളെ മാസ് ഒരു 2 കിലോഗ്രാം. ഇയാളെ മാസ് m2 m1 അങ്ങോട്ട് മാറ്റട്ടോ. വേണമെങ്കിൽ പെട്ടിന്റെ മാസിന് m1 ആക്കാം, ബോളിന്റെ കുഴപ്പമൊന്നുമില്ല, എന്തായാലും കുഴപ്പമില്ല. ഇത് 10 kg. ഇവരുടെയുള്ള ദൂരം ഒരു 5 മീറ്റർ. ഓക്കെ ആണോ? അപ്പൊ ഇവരുടെ എന്താ നമ്മൾ പറഞ്ഞത്? ന്യൂട്ടൺ പറഞ്ഞ പ്രകാരം എന്താ, ഈ ബോർഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പെട്ടിയെ അല്ലെ, ഈ പെട്ടിനെ അങ്ങോട്ട് വലിക്കുന്നുണ്ട്, ബോളിന്റെ അടുത്തേക്ക് ഇങ്ങനെ വലിക്കുന്നുണ്ട്. പക്ഷെ പരസ്പരം എന്നാ പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം എന്താ, ബോർഡ് പെട്ടിനെ വലിക്കുന്ന പോലെ തന്നെ പെട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ബോളിനെ വലിക്കുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പൊ അതിന് നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആണ്. പരസ്പരം അവിടെ നിന്നുണ്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് കാണാൻ ഇക്വേഷൻ നമുക്കറിയാം. F ഈക്വൽ ടു എന്താ ഇക്വേഷൻ? G m1 m2 divided by d square. G m1 m2 അല്ലെ, G m1 m2 by d square. ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി ഈ ഇക്വേഷൻ, ഇതാണ് ജനറൽ ആയിട്ട് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെയുള്ള ഫോഴ്സിൽ എത്ര ഫോഴ്സോട് കൂടിയാണ് ഇവർ പരസ്പരം അട്രാക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ഈ 2 kg കേട്ടോ, ഈ 2 kg m1ന്റെ സ്ഥാനത്ത് ഫിക്സ് ചെയ്യാം അല്ലെ, നമുക്ക് കൊടുക്കാം. m2ന്റെ എന്ത് ചെയ്യാം, അവിടെ 10 kg സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ 5 മീറ്റർ എന്നുള്ള എന്താണ്, d ആണ് അല്ലെ, അത് ഇവിടെ കൊടുക്കാം. അപ്പൊ 5 സ്ക്വയർ എന്നാവും. അപ്പൊ ഇക്വേഷൻ ഒന്ന് മാറ്റി നോക്കിയാലോ. ജിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, തൽക്കാലം ജിന്റെ വാല്യൂ അടക്കട്ടെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ മാറ്റി ചെയ്താ പറഞ്ഞു നോക്ക്. F ഈക്വൽ ടു ഒന്ന് പറഞ്ഞു നോക്ക്, ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക് മക്കളെ. ഇങ്ങനെ മിണ്ടാതിരുന്നാ മതിയോ? നിങ്ങൾക്ക് പഠിക്കണ്ടേ? ഒന്ന് പറഞ്ഞു നോക്ക്. ജി m1ന്റെ സ്ഥാനത്ത് ആര് എഴുതണം? എവിടെ ജനാൻ? ആരെങ്കിലും ഒരാൾ പറഞ്ഞ m1ന്റെ സ്ഥാനത്ത് ആര് എഴുതണം? 2 ഇൻറ്റു 2, G ഇൻറ്റു 2 ഇൻറ്റു m2ന്റെ സ്ഥാനത്ത് ആര് എഴുതണം? m2ന്റെ സ്ഥാനത്ത് 10 അല്ലേ, 10 ഡിവൈഡഡ് ബൈ d ആണ് 5, ബട്ട് d സ്ക്വയർ എന്ന് പറയുമ്പോ 5 സ്ക്വയറിന് വരും ആണല്ലോ. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. എന്നാൽ ജിക്ക് ഒരു വാല്യൂ ഉണ്ട് അല്ലെ. ജി എന്നുള്ളത് എന്താണ്, എല്ലാ ക്വസ്റ്റ്യനിലും കോൺസ്റ്റന്റ്. എല്ലാ ക്വസ്റ്റ്യനിലും എന്ത് മാറും, ഈ m1ന്റെ വാല്യൂ മാറും, m2ന്റെ വാല്യൂ മാറും, ഡിന്റെ വാല്യൂ മാറും. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനിലും ഈ ജി എന്നുള്ള ഒരു കൃത്യം വരുന്നുണ്ട്. എന്താ അറിയോ, ജി ഈക്വൽ ടു 6.67 into 10 raised to minus 11. ഈ വാല്യൂ കൂടി ഇത് അവിടെ ജിന്റെ സ്ഥാനത്ത് കൊടുത്താൽ നമുക്ക് ഇവരിടയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇക്വേഷൻ ശരിക്കും എങ്ങനെയാണ് ഇതിന്റെ ജിന്റെ വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ F ഈക്വൽ ടു 6.67 into 10 raised to minus 11 into
2 into 10 divided by d square, അതായത് 5 സ്ക്വയർ. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയല്ലോ, സിംപ്ലിഫൈ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഇതിന്റെ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ, അതുപോലെ സിംപ്ലിഫൈ ചെയ്യണ്ട. നിങ്ങൾക്ക് ഈ ജീന്റെ വാല്യൂ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് ജീന്റെ വാല്യൂ തൽക്കാലം ജി തന്നെ കൊടുക്കാം. നമ്മൾ എക്സ് എന്നൊക്കെ ഇടുന്ന പോലെ ജീന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ജി എന്ന് തന്നെ ഇടാം. ജി. ഇത് സിംപ്ലിഫൈ ചെയ്യാലോ. 2 ന്റെ തന്നെ എത്ര 20, 5 സ്ക്വയർ എത്ര 25, ജി ഡിവൈഡഡ് ബൈ 25. ജിന്റെ വാല്യൂ നമ്മളിപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട ആണല്ലോ. കട്ട് ചെയ്യാലോ, 5 കൊണ്ട് കട്ട് ചെയ്യാം. മോഡില് 4 താഴത്ത് 5. അപ്പൊ നമുക്ക് കിട്ടി എഫ് ഈക്വൽ ടു ജി ഇൻറ്റു 4/5 കിട്ടി. അപ്പൊ ഈ വാല്യൂനോട് ജി മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയും ന്യൂട്ടൺ ഫോഴ്സ് ആയിരിക്കും ഇവർ തമ്മിലുള്ള. വളരെ ചെറിയ ഫോഴ്സ് ആയിരിക്കും കേട്ടോ, കാരണം ജിന്റെ വാല്യൂ എന്താണ് ഇൻറ്റു 10⁻⁻11 ഉണ്ട്. വളരെ ചെറിയ വാല്യൂ ഫോഴ്സ് ആയിരിക്കും. അപ്പൊ വളരെ ചെറിയ ഫോഴ്സ് ആണ് അല്ലെ ഈ രണ്ട് ഒബ്ജക്റ്റുകളൊക്കെ ഉള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ആരെങ്കിലും ഒരാളെ പേര് പറഞ്ഞേ. ഇതാരാ നിങ്ങൾ ഒരാളെ പേര് പറഞ്ഞേ. ആരാ ആളെ പേര് പറ. ആര് കേട്ടില്ല. റജിത്തോ? റജിത്താണോ കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലുണ്ടോ? ആരാണ്? ഷാമിലാ? ഓക്കെ, എന്നാ ഷാമിൽ, തൽക്കാലം ഇത് ഷാമിൽ. ഓക്കെ, ഞാനാ ഇനി ഒരാളും കൂടി. ഇതാ ഇത് വേറെ ആള്, അഫ്ലക്ക്. അഫ്ലക്ക്. ഷാമിലൊക്കെ എത്ര വെയിറ്റ് ഉണ്ടടാ? ഷാമിൽ എവിടെ? വീട്ടിൽ ക്ലാസ് ജോയിൻ ചെയ്ത് എവിടെ പണിക്ക് പോയോ? പഠിക്കാൻ പോയോ? എന്നാ പറയാ, എത്ര വെയിറ്റ് ഉണ്ട്? അറിയില്ല. എന്നാലും ഏകദേശം പറയും. ഒരു 30. നീ എന്താണ് ചെറിയ കുട്ടിയോ? 40. എന്റെ വെയിറ്റ് 40 കിലോ. മറ്റേ മാസം 40 കേട്ടോ, തൽക്കാലം 40. അഫ്ലക്ക് എത്ര ഉണ്ട്? അഫ്ലക്ക് എവിടെ പോയി? അഫ്ലക്കൊക്കെ ഓണാക്കി ഗെയിം കളിക്കണ്ടല്ലേ, ഫ്രീ ഫയറോ എന്താ കളിക്കണീ? അഫ്ലക്കിന് 35. ഓക്കെ, ഇപ്പൊ രണ്ടാളിടയുള്ള ദൂരം ഒരു 500 മീറ്റർ. 500 കണ്ട 50 മീറ്റർ ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് ഇവരിടെയുള്ള ഫോഴ്സ്. അപ്പൊ നമ്മുടെ യൂണിവേഴ്സൽ ലോ പ്രകാരം എന്താ, ഷാമില് അഫ്ലക്കിനെ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്, അതുപോലെ അഫ്ലക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഷാമിലിനെ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്. അവരുടെയുള്ള ഫോഴ്സ് കാണാൻ നമുക്ക് കഴിയുമല്ലോ. ഇക്വേഷൻ എന്താ, നേരത്തെ ഇക്വേഷൻ എഫ് ഈക്വൽ ടു ജി പറഞ്ഞു, ജി m1 m2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ ഇതാ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുതരാം. എത്ര ഉണ്ടാവും? ഇതാ ജിന്റെ വാല്യൂ എത്ര? 6.67 ഇൻറ്റു 10⁻⁻11 ഇൻറ്റു m1 എത്ര? ഷാമിലാണ് ഫസ്റ്റ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇനി അഫ്ലക്കായാലും കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കുഴപ്പമില്ല. ഷാമിലിന്റെ വെയിറ്റ് മാസ് 40, അഫ്ലക്കിൻ്റെതോ 35 അല്ലെ, ഡിവൈഡഡ് ബൈ അല്ലെ മീറ്ററിലാണ്. അപ്പൊ നമ്മള് 50 ഇൻറ്റു ഓക്കെ. ഇത് ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇത് കാൽക്കുലേഷൻ അല്ലേ, ഇത് നിങ്ങൾക്ക് എന്തായാലും 10ന്റെ ഈ പവർ ഒക്കെ വരുന്നതുകൊണ്ട് ഡിവിഷൻ അത്ര എളുപ്പം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ ഇപ്പൊ ഇതിൽ ചെയ്യണ്ട. വീട്ടിൽ മൊബൈൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, സാധാ കാൽക്കുലേറ്റർ അടിച്ചാലും കിട്ടും, ബ്രാക്കറ്റ് കിടന്നുള്ളൂ. കാൽക്കുലേറ്റർ ഒന്ന് അടിച്ചു നോക്കുക, സമയം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചു. നിങ്ങളും നിങ്ങളെ ഫ്രണ്ടും അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളെ ഏതെങ്കിലും അനിയനോ ഏട്ടനോ ആരെങ്കിലൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് കരുതി വെക്കുക. അവര് നമ്മളുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും തമാശക്ക്. ഓക്കെ, ഇതുപോലെ വാല്യൂ നിങ്ങൾ സാധാരണ പേപ്പറിൽ കണക്കൂട്ടാൻ അറിയുന്നവർ കണക്കൂട്ടിക്കോ, അല്ലാത്തൊരു കാൽക്കുലേറ്റർ അടിച്ചോ. സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടോ? ഏട്ടന്മാരിലൊക്കെ ഉണ്ടോ, ചേച്ചിമാരിൽ ആരെയൊക്കെ ഉണ്ടോ? അല്ല മൊബൈലിൽ അടിച്ചാലും മതി, കാൽക്കുലേറ്റ് ചെയ്യാം.
വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. ഇൻറ്റു 10⁻⁹ എന്നൊക്കെ ഉണ്ടാവും, -9 എന്നൊക്കെ ഉണ്ടാവും യൂണിറ്റ്. അത്രയും ന്യൂട്ടൺ. ഈ 10⁻⁻9 എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതാണ് അല്ലെ. മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 10⁻⁻9 ഉള്ള 10⁻⁻9 10 ഒക്കെ ആവും. 10⁻⁻10 എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ട് അവിടെ. അപ്പൊ പല ഡൗട്ട് ഇപ്പം തീരും. ചിലവർക്ക് തോന്നും അല്ലെ, അഫ്ലക്കും ഷാമിലും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അഫ്ലക്ക് ഷാമിൽ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്, ഷാമിലിനെ അഫ്ലക്ക് അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ചിലർക്ക് തോന്നും പിന്നെ അഫ്ലക്ക് ഇങ്ങോട്ട് പോകണ്ടേ, അല്ലെ ഷാമിൽ ഓന്റെ അടുത്തേക്ക് പോകണ്ടേ, ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നില്ല. പക്ഷെ ഫോഴ്സ് ഉണ്ടോ? ഫോഴ്സ് ഉണ്ടോ? എന്റെ മക്കളെ ഒന്ന് റിപ്ലൈ കൊണ്ടാ. ഒരു മരിച്ച വീട്ടിൽ പോയവരാണല്ലോ രാത്രി ചോദിക്കാൻ ഉണ്ടാ. ഓക്കെ, അപ്പൊ ഫോഴ്സ് ഉണ്ട്. അതായത് അഫ്ലക്ക് ഷാമിലിനെ വലിക്കുന്നുണ്ട്, ഷാമിൽ അഫ്ലക്കിനെ വലിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അതിന് കാരണം എന്തായിരിക്കും? ഞാൻ ഓൾറെഡി ക്ലൂ തന്നു. എന്തുകൊണ്ടായിരിക്കും? ഫോഴ്സ് കുറവായോണ്ടായിരിക്കും. അതായത് വളരെ ചെറിയ ഫോഴ്സ് ആണ് ആൾക്കാർ പരസ്പരം തമ്മിലുള്ള. വലിയ ഫോഴ്സും അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മാത്രമുള്ള ഫോഴ്സുകളൊന്നുമില്ല, വളരെ ചെറിയ ഫോഴ്സ് മാത്രമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, ഷാമില് അഫ്ലക്കിന്റെ അടുത്തേക്ക് പോകുന്നില്ല, അല്ല അഫ്ലക്ക് ഷാമിലിന്റെ അടുത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നില്ല. പക്ഷെ ഫോഴ്സ് ഉണ്ട്, അപ്പൊ ഫോഴ്സ് വളരെ കുറവാണ്. ഓക്കെ, ആ ഡൗട്ട് ഇപ്പോൾ ഓർക്കട്ടോ. നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടാവും, എന്നാ പിന്നെ ഇയാൾ അങ്ങോട്ട് പോകണ്ടല്ല, അയാൾ അങ്ങോട്ട് പോകണ്ടില്ല, കാരണം അവർ പിടിച്ചു വലിക്കുന്നുണ്ടല്ലോ. നടക്കുന്നില്ല. കാരണം അത് തന്നെയാണ്, ഫോഴ്സ് വളരെ ചെറുതാണ് അല്ലെ, അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാത്തത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സിമ്പിൾ കാൽക്കുലേഷൻ. M1 തന്നിട്ടുണ്ട്, M2 തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്. സിമ്പിൾ കാൽക്കുലേഷൻ നമുക്ക് ചെയ്ത് നോക്കാം. ഇക്വേഷൻ തന്നെയാണ് F = G M1 M2/d². ജിന്റെ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട, അല്ലാതെ ചെയ്ത് നോക്കാം. M1 എത്ര? G × 10 × 10 / 2². ഓക്കെ ആണോ? 2² എന്ന് പറഞ്ഞാല് 4 എന്ന് റെഡി. വെട്ടി പോവാണെങ്കിൽ 2 5 5 × 5, അതായത് നമുക്ക് എത്ര കിട്ടും? 25 G എന്ന് കിട്ടും. ഈക്വൽ ടു 25 G. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടോ. സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാൽക്കുലേഷൻ ഒന്നല്ല. ഇതേപോലെ ഈ വാല്യൂസ് എങ്ങനെ വന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഈ വാല്യൂസ് 10 × 10 5 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ഓരോന്ന് അടുത്ത ക്ലാസ്സിലേക്ക് നിന്നുള്ള ഹോംവർക്ക് ആണിത്. ഇത് എന്തായാലും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 66 ഈ ടേബിൾ 4.1 നിർബന്ധമായും ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. നോട്ട്ബുക്കിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിലോ എവിടെയെങ്കിലും വെച്ചാലും മതി, വരയ്ക്കുക, അതൊക്കെ അയച്ചു തരാം കേട്ടോ. നിർബന്ധമായിട്ട് ചെയ്യാൻ ഇന്നത്തെ ഹോംവർക്ക് ആണ്, ചെയ്തിരിക്കണം. സിമ്പിൾ കാൽക്കുലേഷൻ. 4ാം ക്ലാസ് 5ാം ക്ലാസ് കുട്ടിക്ക് ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ ഉള്ളൂ. 5ഉം 10ഉം മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡഡ് ബൈ 1². ഇതെങ്ങനെ കാണാം? 4ാമത്തെ എങ്ങനെ കാണാം? 5ഉം 10ഉം മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡഡ് ബൈ 4². വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ. പേജ് നമ്പർ 66. നോട്ടിലേക്ക് എഴുതണോ? നോട്ടിലേക്ക് എഴുതണം. തൽക്കാലം ടെക്സ്റ്റിൽ എഴുതിയാൽ മതി. ടെക്സ്റ്റിൽ എഴുതിയിട്ട് ഫോട്ടോ അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? അപ്പൊ അത് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് ഇത് വാല്യൂ ഉണ്ടായിട്ട് അടുത്ത ക്ലാസ്സിൽ ഇരുന്നിട്ട് കാര്യമുള്ളൂ. ഇതിന്റെ വാല്യൂ നോക്കിയിട്ട് നിങ്ങൾക്ക് കുറെ ചോദ്യങ്ങൾ, ഇതിന്റെ അടിയിൽ കുറെ ചോദ്യങ്ങളുണ്ട്. അപ്പൊ അത് ഉത്തരം പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരങ്ങൾ കൈവരുണ്ടാവണം. ഈ ടേബിൾ വെച്ചിട്ടാണ് ഈ അടിയിലത്തെ ചോദ്യങ്ങൾ മൊത്തം പറയുന്നത്. അപ്പൊ അതില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അടുത്ത ക്ലാസ്സിൽ മുകളിലോട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിലേക്ക് ഈ എണ്ണത്തിലെ ഈ ടേബിൾ നിർബന്ധമായിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നാലേ ഈ അടിയിലത്തെ ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ വെറുതെ നോക്കിയിരിക്കേണ്ടി വരും. അപ്പൊ ചെയ്ത് നോക്കുക. കുറെ ആൾക്കാർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല, കണക്ട് ചെയ്യുന്നുണ്ട്, ഒരു അഡ്രസ് പോലും ഇല്ല, പല ആൾക്കാരും റിപ്ലൈ പോലും തരുന്നില്ല. അപ്പോ ഒരു രക്ഷയുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്ത് നോക്കട്ടോ.
ഓക്കെ, അപ്പൊ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഉണ്ട്. അടുത്ത ക്ലാസ് പുതിയ ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ അടുത്ത ക്ലാസ് നിങ്ങൾ ചെയ്യാം, എന്നിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ ചെയ്യാം നിർബന്ധമായിട്ട്. എന്നിട്ട് ഇന്ന് തന്നെ എനിക്ക് വാട്സപ്പിൽ എന്ത് ചെയ്യാം, അയച്ചു തരാം കേട്ടോ. നിർബന്ധമായി വാട്സപ്പിൽ ഇന്ന് തന്നെ അതിന്റെ സാധനങ്ങൾ അയച്ചു തരാം. ഓക്കെ ആണോ? ശരി, ലെഫ്റ്റ് അടിച്ചോളൂ. നമുക്ക് ക്ലാസ്സുകൾ വൈൻഡ് അപ്പ് ചെയ്യാം. ശരി, താങ്ക് യു സർ. ഓക്കെ, 12.5 12.5 കാണാലോ നമുക്ക്. മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, സാധാ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അല്ലേ, നിങ്ങൾക്ക് അറിയാലോ. എങ്ങനെയാ കിട്ടിയെന്നാ? yes sir എന്താ മക്കളെ, 5 into 10 എത്ര? 50 divided by 4 ചെയ്ത് നോക്ക്. ഇത് നിങ്ങൾക്ക് അറിയില്ല, 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിച്ച മാത്സ് അല്ലേ. അതേപോലെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. സിമ്പിൾ. 5 into 10 50 ആണ് നിങ്ങൾക്ക് അറിയാം. 2 square 4 ആണെന്ന് അറിയാം. 50 by 4 ചെയ്ത് നോക്ക്. 12.5. കാൽക്കുലേറ്റർ ഉപയോഗിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ഉത്തരം കിട്ടിയാൽ മതി, ഒന്നും വേണ്ട. ശരി, എന്നാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.